ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവ വെച്ചുകൊണ്ട് ഇടിയപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തന്നെ ഉണ്ടാക്കാം. ഇത് രാവിലെ തന്നെ പെട്ടെന്ന് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ, അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ ബന്ധം കിട്ടും. അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഫസ്റ്റ് ഇതാ, നമുക്ക് 1 കപ്പ് റവയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. സാധാരണ പച്ചവെള്ളം ഒഴിച്ച് നല്ല പോലെ തന്നെ വെട്ടി തിളപ്പിക്കണം. ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണയും. ഇനി ഇതാ 1 കപ്പ് റവ കുറേശ്ശെ ആയിട്ട് മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 1 കപ്പ് അങ്ങനെ തന്നെ വെള്ളത്തിലേക്ക് തട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ സേവനാഴിയിൽ ചെറിയ ഹോൾസ് അല്ലേ, അതിൽ കറക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ് കിട്ടാൻ പ്രയാസമല്ലേ. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ആയിട്ട് മാത്രം ഇട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ. മുഴുവനും വെള്ളത്തിൽ കട്ടയില്ലാതെ മിക്സായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ബാക്കി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ വെള്ളം നല്ല പോലെ വറ്റി ഡ്രൈ ആക്കരുത്. വെള്ളം നല്ല പോലെ വറ്റണം, പക്ഷേ നല്ല രീതിക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പാടില്ല. ഒരു വെറ്റായിട്ട് തന്നെ ഉണ്ടാവണം നമ്മുടെ ഈ ഒരു റവ, ഈ ഒരു രീതിക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ആ ഒരു പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ റവ വേറൊരു ബൗളിലേക്കോ പാത്രത്തിലേക്കോ മാറ്റണം. അല്ലെങ്കിൽ വീണ്ടും ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ റവ പിന്നെയും ഡ്രൈ ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി സേവനാഴി എടുക്കുക. സേവനാഴിയുടെ ഉള്ളിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അധികം സ്റ്റിക്കി ആയിട്ടുള്ള അരിപ്പൊടി പോലെ സ്റ്റിക്കി ആയിട്ടൊന്നിലും പറ്റി പിടിക്കുകയൊന്നും ചെയ്യൂല. ഇനിതാ ഇഡ്ഡലിത്തട്ടിലാണ് നോർമലായിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത്. അതുപോലെ ഓരോ ഇഡ്ഡലിയുടെ കുഴിയിലും ഓരോ ഡ്രോപ്പ് മാത്രം ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത്, പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചിരകിയെടുത്തിട്ടുണ്ട്. തേങ്ങ ഇല്ലാതെ ഇടിയപ്പം എന്ത് ടേസ്റ്റ് അല്ലേ. പക്ഷെ അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്ന ഇടിയപ്പം പോലെയല്ല കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ അരിപ്പൊടിയുടെ ഇടിയപ്പം വേണ്ടാന്ന് തന്നെ വെക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ, അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിൽ. അങ്ങനെയൊക്കെ അങ്ങനെ ഇതാ ഇഡ്ഡലിത്തട്ടിൽ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും മുകളിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ടിതാ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇത് വേവാനായിട്ട് ഒരു 1.5 മിനിറ്റിൻ്റെ ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ ഇതാ ആ ഒരു 1.5 മിനിറ്റിന് ശേഷം ഞാനൊരു വാഴയിലയിൽ ഇത് ഇടുന്നുണ്ട്. സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ചൂടുള്ളത് കൊണ്ട് മാത്രം ഞാൻ സ്പൂൺ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തിന്നാൻ പറ്റും. ഞാൻ വെറുതെ ഹൈപ്പ് പറയുന്നല്ല കേട്ടോ, വളരെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച് ഓടുന്ന വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഇതുപോലെയുള്ള ഈസി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കറി റെസിപ്പിയും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതിനായിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ബൈ.